പ്രമീള ഗിരീഷ് കുമാർ മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയുടെ ട്രഷററാണ്. പ്രമീള ഇപ്പോൾ ഈ പരിപാടിയുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ എപ്പോഴാണ് പ്രമീള ഒരു പരാതിക്കാരിയായി മാറിയത്? സീഡ് സൊസൈറ്റിയുടെ ട്രഷററാണല്ലോ, പണം കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. അതെ 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 കേൾക്കാമോ മാഡം? കേൾക്കാം. ഞങ്ങള് 2023 ജൂലൈ 19 മാഡം ഈ സീഡ് സൊസൈറ്റി തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തില് നമ്മളെ ലാപ്ടോപ്പുകള്, തയ്യൽ മെഷീനുകള്, വാട്ടർ പ്യൂരിഫയർ, കർഷകർക്ക് വളം, ഓണക്കിറ്റ്, വനിതകൾക്ക് മൊബൈൽ ഫോൺ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ആ കാര്യത്തിലൂടെ നമ്മളെ മൂവാറ്റുപുഴയിലെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ 2 വീലർ വിതരണത്തിലേക്ക് വരുന്നത്. 2 വീലർ വിതരണത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ മൂവാറ്റുപുഴയിൽ ആദ്യഘട്ടം തന്നെ 1230 ഉണ്ടായിരുന്നു. രണ്ടാം ഘട്ടം 150 ഉണ്ടായിരുന്നു. ഈ രണ്ടും കൂടി 1350 വണ്ടികൾ ഉണ്ടായിരുന്നു. അത് മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ വെച്ചാണ് നമ്മൾ വലിയ ഒരു പരിപാടിയോടുകൂടി നമ്മളുടെ MPയെയും MLAയും അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് നമ്മൾ അവിടെ പരിപാടി ആസൂത്രണം ചെയ്ത് ഉദ്ഘാടനം ചെയ്തത്. അല്ല, ഈ ആ പരിപാടിയിൽ ആദ്യം ഈ ലാപ്ടോപ്പ് കിട്ടിയവരും ആദ്യത്തെ നേട്ടം ഉണ്ടായവര്, അതായത് പൈസ പകുതി കൊടുത്ത് ഇതൊക്കെ കിട്ടിയ ആളുകളെയും പങ്കെടുപ്പിച്ചിരുന്നു അല്ലേ? അതെ, അതെന്താന്ന് പറഞ്ഞാല് ഈ കിട്ടിയ ആളുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും അപേക്ഷകരായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. വിശ്വാസം കൂടി വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് കിട്ടിയ ആളുകളാണല്ലോ നമ്മളുടെ കൂടെ കൂടുതലായിട്ടും പകുതി പേരും വരുന്നത്. അപ്പൊ നമുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനപ്രതിനിധിയായിരുന്ന സമയത്തായതുകൊണ്ട് നമുക്കും ജനങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. പിന്നെയാണെങ്കിൽ ഇതിന്റെ തലപ്പത്ത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്ന സായിഗ്രാമിന്റെ ശ്രീ അനന്തകുമാർ സാറാണ് ഇതിന്റെ NGOയുടെ ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ രാമചന്ദ്രൻ എന്ന് പറയുന്ന ജഡ്ജി, അതുപോലെ തന്നെ ബീന സെബാസ്റ്റ്യൻ, അതുപോലെ നമ്മളുടെ ഒട്ടേറെ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടനകൾ, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകള്, ജനസേവാ സമിതി ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിനകത്ത് വന്ന് പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൊടുത്തു പോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളും ഇതിൽ പെട്ടുപോകുന്നത്. പ്രമീള, അപ്പോൾ ഈ പരിപാടിയിൽ ഇവരൊക്കെ പങ്കെടുത്തിരുന്നോ? ആര് മാഡം? ഈ അനന്തകൃഷ്ണനാണ് ഞങ്ങളോട് വന്നിട്ട് അന്ന് 100 പ്രവൃത്തി ദിവസത്തിനകം നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ജൂൺ 10 ഞങ്ങൾ ടൗൺ ഹാളിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് 100 പ്രവൃത്തി ദിവസത്തിനകം നിങ്ങൾക്ക് വണ്ടി കിട്ടുമെന്നാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നത്. 100 പ്രവൃത്തി ദിവസം കഴിഞ്ഞിട്ടും വണ്ടി കിട്ടാതെ 3 മാസം കഴിഞ്ഞിട്ടും വണ്ടി കിട്ടാത്ത അവസ്ഥ വന്നപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു കുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുകയും ഇത് ജെന്യുവിനായ ഒരു പരിപാടിയാണോ, ഇതിൽ വെച്ചാൽ ഇത് കിട്ടുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് അയക്കുകയും മുഖ്യമന്ത്രിയുടെ ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും പോലീസ് ഞങ്ങളെ വിളിക്കുകയും സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് അംഗങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇത് ഞങ്ങൾ അനന്തകൃഷ്ണനെ നേരിൽ അറിയിക്കുകയും അനന്തകൃഷ്ണൻ പക്ഷെ അതിനായി നമ്മളോട് നമ്മളെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടികളും അന്ന് ആസൂത്രണം ചെയ്യില്ല മാഡം. ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ പോലീസിന്റെ കയ്യിലേക്ക് പോലീസിനെ കൊണ്ട് അനന്തകൃഷ്ണൻ നേരിൽ വിളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രീമതി ലാലി വിൻസെന്റ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അനന്തകൃഷ്ണന് വേണ്ടി അവിടെ ഹാജരാകുകയും അതനുസരിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ലാലി വിൻസെന്റ് എന്ന് പറയുന്ന മാഡത്തോട് ചോദിക്കുകയും CSR ഫണ്ട് ഉണ്ട് എന്നാൽ CSR ഫണ്ടിന്റെ രേഖകൾ കാണിക്കാൻ പോലീസ് പറഞ്ഞു. അന്ന് ഇവർക്ക് ആ രേഖകളൊന്നും കാണിക്കാൻ സാധിക്കാതെ പോയി. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും പോലീസ് പറയുന്നത് നമുക്കറിയാവുള്ളൂ. പോലീസ് പറയുന്നത് പിന്നീട് ഈ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ളത്. അന്ന് മുതൽ ഞങ്ങളോട് ഈ പോലീസ് ഈ അനന്തകൃഷ്ണന്റെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ 3 ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുകയും അതിൽ 3.25 കോടി രൂപയുള്ളത് ഫ്രീസ് ചെയ്യുകയും ചെയ്യപ്പെട്ടു. അതെപ്പോഴായിരുന്നു പ്രമീള? ഒക്ടോബർ മാസത്തിലാണ് മാഡം. ഒക്ടോബർ മാസത്തില്, ഈ കഴിഞ്ഞ ഒക്ടോബറിൽ. യെസ്, ഒക്ടോബറിലാണ്, 24 ഒക്ടോബറിലാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് ചെറിയ സംശയങ്ങൾ തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് ഇദ്ദേഹം പല പ്രൊജക്ടുകൾ ഇട്ടു എങ്കിലും ഞങ്ങൾ അതൊന്നും നോക്കിയില്ല. കാരണം ഞങ്ങൾക്ക് ഇതെല്ലാം തീർത്തു തന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇനി പുതിയ പ്രോജക്ടുകളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ സൊസൈറ്റി തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അവിടെ കിട്ടാത്തവർ വന്ന് വീണ്ടും ബുദ്ധിമുട്ടിച്ചില്ലേ നിങ്ങളെ? ഞങ്ങളെ എന്നും അത് കഴിഞ്ഞതിന് ശേഷം, ഈ പ്രശ്നം വന്നതിന് ശേഷം മിക്കവരും ഓരോരുത്തരായി പരാതി കൊടുക്കുമ്പോഴും നമ്മുടെ സീഡ് സൊസൈറ്റിയിൽ കിടക്കുന്ന പൈസ എടുത്ത് അവരുടെ പൈസ കൊടുത്തുകൊണ്ട് അവരെ തീർക്കുന്ന രീതിയിലേക്ക് വന്നു.
അത് കഴിഞ്ഞതിന് ശേഷം അനന്തകൃഷ്ണൻ നമുക്ക് ഒക്ടോബറിൽ പരാതി വരുമ്പോൾ നവംബർ 11-ാം തീയതി നിങ്ങളുടെ എല്ലാം തീർത്തു തന്നേക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തീർക്കാൻ പറ്റിയില്ല. വീണ്ടും പറഞ്ഞു ഡിസംബർ 31-ാം തീയതി തീർത്തു തരാമെന്ന് പറഞ്ഞു. അതും കഴിഞ്ഞില്ല. വീണ്ടും ജനുവരി 5-ന് തീർത്തു തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ആയില്ല. അങ്ങനെയാണ് ഞങ്ങൾ ജനുവരി 16-ാം തീയതി ഞങ്ങളുടെ സീഡിന്റെ സെക്രട്ടറി അനന്തകൃഷ്ണനെതിരെ കേസ് കൊടുക്കാൻ ഞങ്ങൾ സൊസൈറ്റി ഒന്നടങ്കം തീരുമാനിക്കുകയും അതിനനുസരിച്ച് സെക്രട്ടറിയുടെ കൂടെ ഞാൻ ട്രഷററായ ഞാനും കൂടെ മൊഴി കൊടുത്തുകൊണ്ടാണ് ഈ പരാതി ഞങ്ങൾ മുന്നോട്ട് പോയത്. പരാതി സൊസൈറ്റിയിൽ എത്ര പേർ അംഗങ്ങളായിട്ടുണ്ട്? സൊസൈറ്റിയിൽ ബോർഡ് മെമ്പറാണോ മാഡം ഉദ്ദേശിക്കുന്നത്? അംഗങ്ങളാണോ? അംഗങ്ങൾ 1500-ൽ മേലെ അംഗങ്ങൾ തന്നെ ഉണ്ട് നമ്മള്. കാരണം ഇത് എടുക്കുന്നവർ തന്നെയാണല്ലോ മാഡം. ഒരു വർഷം ഒരാൾക്കാണ് അംഗത്വം, ഒരു വർഷത്തേക്കാണ് അംഗത്വം നമ്മൾ കൊടുക്കുന്നത് 320 രൂപ എന്ന് പറയുന്നത്. പിന്നെ അവർ 120 രൂപ അടച്ച് പുതുക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുണ്ടോ? രാഷ്ട്രീയക്കാരായിട്ട് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും ആ ഇതിനകത്തുണ്ട്. ഇതിൽ രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമ്മൾ അന്ന് ഇത് വന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും അതിനകത്തുണ്ട്. അതിനെ അങ്ങനെ രാഷ്ട്രീയക്കാരെയൊക്കെ ക്ഷണിച്ചത് പ്രമീളയാണോ അതോ അനന്തകൃഷ്ണൻ നേരിട്ടാണോ ഇവരെയൊക്കെ ഇതിൽ പങ്കാളികളാക്കിയത്? അതിപ്പോ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ആണല്ലോ ഞാൻ മാഡം. അപ്പൊ നമ്മൾ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനെ നമ്മൾ ക്ഷണിക്കും. ആലപ്പുഴ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ അവർ ക്ഷണിക്കും. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ കോർഡിനേറ്റർമാരാ. 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ആണല്ലോ മാഡം. അപ്പൊ നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനെ നമ്മൾ ക്ഷണിക്കും. അതുപോലെ MLA, പാർട്ടി ഏതെങ്കിലും ഒരു നേതാവ്, ഏത് നേതാവാണോ അവരുടെ അതിനകത്തുള്ള അവർ ക്ഷണിക്കും. അങ്ങനെ അവരുടെ ഒരു ബേസിൽ അങ്ങനെ പോയി. അല്ലാണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ നമ്മൾ പ്രത്യേകമായിട്ട് അനന്തകൃഷ്ണനെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി, ഇപ്പോൾ ഈ നിങ്ങൾ ഈ പരാതി കൊടുക്കുകയും 3 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്ത ശേഷം വേറെ എവിടെയെങ്കിലും ഇങ്ങനെ വിപുലമായ രീതിയിൽ ഇയാൾ പരിപാടി നടത്തുകയും ആളുകളെ സംഘടിപ്പിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഉണ്ട്. അതെപ്പോ അത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അവിടെയെല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും നമുക്കറിയാം. അല്ല, അങ്ങനെ ഒരു പരിപാടിയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും വിളിച്ചില്ലേ? അതെങ്ങനെയാണ് വീണ്ടും തുടങ്ങുക, ഇവിടെയുള്ളവർക്ക് കൊടുക്കാതെ എന്ന് ചോദിച്ചില്ലേ? മാഡം, അത് നമുക്ക് ഒരു ഡേറ്റുകൾ പറയുകയാണല്ലോ. ഡേറ്റ് പറയുമ്പോ ആ ഡേറ്റ് പറഞ്ഞ് നിർത്തിയേക്കുമ്പോ നമ്മൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലുന്നില്ലല്ലോ. അപ്പൊ നവംബർ 11 പറഞ്ഞു, നവംബർ 11-ന് തന്നില്ല. പക്ഷെ നമ്മൾക്ക് ഇതെങ്ങനെ, പോലീസ് നമ്മളോട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ട്രാപ്പിലാണ്, നിങ്ങൾ അപ്പം സീഡ് സൊസൈറ്റി ഒരു കേസ് കൊടുക്കാനാണ് പോലീസ് പറയുന്നത്. കാരണം സീഡ് സൊസൈറ്റി ഒരു കേസ് കൊടുത്താൽ മാത്രമാണ് പോലീസിന് അത് അന്വേഷിച്ച് അത് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അനന്തകൃഷ്ണൻ ഇവരാരോടും ഒരു പൈസയും അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മുഖേന ആണ് ഈ പൈസകൾ പബ്ലിക് അടച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ്. അങ്ങനെയാണ് ഈ പോലീസ് ഞങ്ങളോട് പരാതി തരാൻ പറയുന്നത്. നിങ്ങളെ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ ഈ അനന്തകൃഷ്ണന് നേരിട്ട് ഇതിൽ പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ? ഈ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ എന്ത് തെളിവാണ് മാഡം ഉദ്ദേശിക്കുന്നത്? രേഖകൾ, അതായത് അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപകനെന്നും അതിന്റെ ഭാഗമായി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നതിന്റെ തെളിവുകൾ, രേഖകൾ വേണമല്ലോ. ഇപ്പോൾ പോലീസ് പറഞ്ഞു അതാണല്ലോ, നിങ്ങളാണ് നേരിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് അതിൽ സൊസൈറ്റിയിൽ ആളുകൾ ഉണ്ടാകുന്നത്, അംഗങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണ് ആളുകൾ പാതി വിലയ്ക്ക് വാങ്ങാൻ വരുന്നത്, അല്ലേ? അതെ അതെ. അപ്പൊ എന്തെങ്കിലും രേഖയുണ്ടോ? അനന്തകൃഷ്ണന്റെ സ്പിയാർട്സ് എന്ന് പറയുന്ന NGO, സ്പിയാർട്സ് എന്ന് പറയുന്ന NGOയുടെ കീഴിലാണ് കേരളത്തിലെ 64 സീഡ് സൊസൈറ്റികളും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് ആ സൊസൈറ്റിയിൽ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾ ചെലവാക്കുന്നതിന് സ്പിയാർട്സിന്റെ സെക്രട്ടറിയുടെ സമ്മതം മേടിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അനന്തകൃഷ്ണന്റെയും ആ ബോർഡ് മെമ്പർമാർ, സ്പിയാർട്സിന്റെ ബോർഡ് മെമ്പർമാരുടെയും നിയന്ത്രണത്തിലാണ് ഈ സീഡ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ശരി, ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് ഒക്കെ അവിടെ വന്നിരുന്നോ? ഈ കേസിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞു. അതല്ലാതെ ഇത് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നതിലൊക്കെ അവർക്ക് വലിയ പങ്കുണ്ടോ? അത് കഴിഞ്ഞിട്ട് മാഡം ഈ കേസ് കഴിഞ്ഞിട്ട് ലാലി വിൻസെന്റ് മാഡം പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 51 ലാപ്ടോപ്പും 120 തയ്യൽ മെഷീനും 1200ഓളം വണ്ടിയും തരാനുള്ള സമയത്താണ് ഞാൻ അനന്തകൃഷ്ണനുമായി നേരിട്ട് സംസാരിച്ചു. ഇത് തന്നില്ല എങ്കിൽ ഞാൻ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ചേച്ചി വെയിറ്റ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. 4 ദിവസം എന്നോട് ചോദിച്ചു. ഈ 4 ദിവസം കഴിഞ്ഞിട്ടും ഇയാൾ തരാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അനന്തും നാളെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാത്രി ഇയാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടു, മാഡം ഞാൻ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞു. 11 മണിക്കാണ് ആ മെസ്സേജ് ഇട്ടത്. ഞാനത് തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് മാത്രമേ അത് കാണാൻ സാധിച്ചുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. പക്ഷെ പിറ്റേ ദിവസം തന്നെ അയാൾ വീണ്ടും ഇട്ടേക്കുകയാണ്, ചേച്ചി എന്നോട് ഈ ചതി ചെയ്തല്ലോ,
ചേച്ചി എന്നോട് ചെയ്തല്ലോ, ചേച്ചിക്ക് എന്നെ ഒന്ന് രക്ഷിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ രക്ഷിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എന്റെ ജനങ്ങളുടെ പൈസ കിട്ടുക, എത്രയും പെട്ടെന്ന് എന്റെ ജനങ്ങളുടെ പൈസ കൊടുത്താൽ അനന്തകൃഷ്ണന്റെ പേരിലുള്ള പരാതി ഞാൻ പിൻവലിക്കാം എന്ന് അനന്തകൃഷ്ണനോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അനന്തകൃഷ്ണൻ തയ്യാറായില്ല. ഇതിനിടയ്ക്ക് ശ്രീമതി ലാലി വിൻസെന്റ് എന്നെ വിളിക്കുകയും 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചിട്ട് തിരിച്ച് ഞാൻ ഒരു പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവര് പറഞ്ഞു, പ്രമീള കേസ് പിൻവലിക്കണം, നമുക്ക് അനന്തുവിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം അനന്തുവിനെ രക്ഷിക്കണമെങ്കിൽ മാഡം എനിക്ക് അതിന് വേണ്ട ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാ ചെയ്യണേ, 6 മാസം അല്ലെങ്കിൽ 4 മാസത്തെ താമസം കൊടുക്കണം, CSR ഫണ്ട് അന്നേരമാണ് കിട്ടുകയുള്ളൂ, അപ്പോൾ ഇത്രയും നാളത്തെ താമസം കൊടുത്താൽ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത് അവരുമായിട്ട് കോംപ്രമൈസ് എത്താൻ നോക്കിയില്ല മാഡം. കാരണം എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഈ അനന്തകൃഷ്ണൻ പല സമയങ്ങളിലും നമുക്ക് 3 പ്രാവശ്യം നമ്മൾക്ക് ഇത് തന്നു. നവംബർ 11, ഡിസംബർ 31, അങ്ങനെ 3-4 ഡേറ്റുകൾ തന്നിട്ടും ആ ഡേറ്റിലൊന്നും ഒരു സാധനം പോലും ഇറക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് നമുക്ക് ഇയാളോട് സംശയം തോന്നിയത്. കാരണം ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ലാപ്ടോപ്പും തയ്യൽ മെഷീനും അത് ചെറിയ ഒരു സംഖ്യ തന്നെയുള്ളൂ. ആ സംഖ്യയുടെ സാധനങ്ങൾ പോലും ഇദ്ദേഹത്തിന് ഇറക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ആയിട്ടുള്ള ഈ 1300ഓളം ഞങ്ങളുടെ വണ്ടികൾ ഇറക്കാൻ സാധിക്കുന്നത്? അതോടുകൂടിയാണ് ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം ഇത് നടക്കൂല, ഞാൻ സമ്മതിക്കില്ല, എനിക്ക് മൂവാറ്റുപുഴയുടെ സാധനങ്ങൾ ഇത്ര ദിവസത്തിനകം പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങളുടെ മൂവാറ്റുപുഴയിലെ ജനങ്ങൾ അടുത്തിരിക്കുന്ന പൈസ മാത്രം തിരിച്ചു തന്നാൽ മതിയെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. പിന്നെ അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അവരെ കാണുന്നത് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ മാഡം അവിടെ ഉണ്ടായിരുന്നു, എന്നോട് മോനെ രക്ഷിക്കണം എന്നെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷെ അന്നേരവും ഞാൻ പറഞ്ഞു, മാഡം മാഡത്തിന്റെ ചെക്ക് തരൂ, ഞങ്ങൾ രക്ഷിക്കാം, അല്ലാണ്ട് അനന്തകൃഷ്ണൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അനന്തകൃഷ്ണൻ എന്നോട് പറഞ്ഞത്, അപ്പോഴും ഞാൻ അനന്തകൃഷ്ണനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് കോംപ്രമൈസ് ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം 6 മാസമാണ് വീണ്ടും പറയുന്നത്. ഞാൻ 6 മാസം കൊടുത്തുകൊണ്ട് അയാളോട് പറഞ്ഞാൽ എന്നെ പുറത്തു നിന്ന് ജനം കല്ലെറിയുകയും അടിക്കുകയും ചെയ്യും. ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ് മാഡം? ഇയാൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ അനന്തകൃഷ്ണൻ പിടിച്ചിട്ടിരിക്കുന്നു. അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ NGO കോൺഫെഡറേഷന് ഇതിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കാൻ NGO കോൺഫെഡറേഷൻ മുന്നോട്ട് വന്ന്, കാരണം ഇതിന്റെ തലപ്പത്തിരിക്കുന്നത് അനന്തകുമാർ സാറൊക്കെ ആണല്ലോ, മുന്നോട്ട് വന്ന് ഇത് തീർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.